ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अगजानन पद्मार्कं गजाननमहर्निशम् अनेकदन्तं भक्तानां एकदन्तम् उपास्महे। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। यशिवो नामरूपाभ्यां या देवी सर्वमंगला तयोः संस्मरणात् पुंसां सर्वतो जयमंगलम्। तदा शिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। शङ्कारूपेण मच्चित्तं भङ्गीकृतमभूद्यया किङ्करीयस्य सामाया शङ्कराचार्यमाश्रये। अज्ञानां जाह्नवी तीर्थं विद्यातीर्थं विवेकिनां सर्वेषां सुखदं तीर्थं भारती तीर्थमाश्रये। विद्याविनयसम्पन्नं वीतरागं विवेकिनं वन्दे वेदान्ततत्त्वज्ञं വിധുശേഖരഭാരതീം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ ആധ്യാത്മിക സാധനയിലെ ഒരു പ്രധാന ചവിട്ടുപടിയാണ് ഭക്തിമാർഗം എന്നുള്ളത്. കാരണം ഭക്തിമാർഗത്തിൽ നിന്നും ആ ഭക്തി ഫലപ്രദമായി യസ്യ ദേവേ പരാഭക്തി എന്ന് പറഞ്ഞതുപോലെ പരമമായ ഭക്തി, ശ്രേഷ്ഠമായ അകൈതവമായ കപടരഹിതമായ ഭക്തി, അങ്ങനെ ആ ഭക്തി ജ്ഞാനമായി പരിണമിച്ച് ക്രമേണ ആത്മാനം തന്നെ താൻ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലേക്ക് ഉയരുന്ന ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഈ ആധ്യാത്മികമായ ഈ യാത്ര തുടരുകയും, അങ്ങനെ ഈ ആധ്യാത്മിക യാത്രയിലെ ഈ ഭക്തിക്ക് ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ശങ്കരഭഗവത്പാദർ ഈ ഭക്തി രസപ്രധാനമായ ഭക്തി സംവർദ്ധകമായ അനേകം സ്തോത്രങ്ങൾ അരുളി ചെയ്ത് നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് സുലഭമായി എന്നും എന്നും മനനം ചെയ്യാനും എന്നും എന്നും അത് ചൊല്ലാനും ഉതകുന്ന രീതിയിൽ ഒരു ചിട്ടപ്പെടുത്തി പരമ അനുഗ്രഹം ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ മഹാമനീഷിയുടെ ദാർശനികമായ ഔന്നത്യം ഒരു വശത്ത്, അതേസമയം ഭക്തൻ എന്ന നിലയ്ക്ക്, ഉത്തമ ഭക്തൻ എന്ന നിലയ്ക്ക് ആചാര്യസ്വാമികൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതായ ആ ഒരു ഭക്തി മാർഗത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ആ ഒരു ആനന്ദം, ഈ ആനന്ദം അത് ഭാവാനന്ദം എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയാറുണ്ട്. മധുസൂദന സരസ്വതി പോലെയുള്ള മഹാത്മാക്കൾ അദ്വൈത പാരമ്പര്യത്തിൽ, ശങ്കരഭഗവത്പാദരുടെ പാരമ്പര്യത്തിൽ തന്നെ വന്നിട്ടുള്ള മഹാമനീഷികളായ വിദ്യാരണ്യസ്വാമികൾ, അല്ലെങ്കിൽ അതുപോലെ സദാശിവ ബ്രഹ്മേന്ദ്രൻ തുടങ്ങിയവർ എല്ലാവരും തന്നെ ഈ ഭക്തി മാർഗത്തിലൂടെ ചെന്ന് സാധാരണക്കാർക്ക് ഈ ഒരു തത്വ ചിന്തന, തത്വ ഉപദേശം, തത്വ അവഗതി, തത്വബോധം ഉണ്ടാകും എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അതിൽ ഈ ഇത്തരം ശിവാനന്ദ ലഹരി പോലെ, സൗന്ദര്യ ലഹരി പോലെയുള്ളതായ ഈ സ്തോത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സ്തോത്രങ്ങൾ നാം അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോഴും അർത്ഥം മനസ്സിലാക്കാതെ തന്നെ ചൊല്ലുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായ ഒരു അനുഭൂതി, ഒരു പക്ഷേ നജാനാമി പദ്യം നജാനാമി ഗദ്യം നജാനാമി ശബ്ദം നജാനാമി ചാർത്ഥം എന്നാണ് ഭഗവത്പാദർ തന്നെ സുബ്രഹ്മണ്യ ഭുജംഗത്തിൽ പറയുന്നത്, രണ്ടാമത്തെ ശ്ലോകം. ചിദേകാഷടാസ്യ ഹൃദിദ്യോതമേ മുഖാൻ നിസ്സരന്തേ എന്ന. അപ്പോ എനിക്ക് ശബ്ദം അറിയില്ല, അർത്ഥം അറിയില്ല, എനിക്ക് പദ്യം അറിയില്ല, എനിക്ക് ഗദ്യം അറിയില്ല, പക്ഷേ അങ്ങയിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉള്ളത് കൊണ്ട് എൻ്റെ മുഖത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതായ, ബഹിർഗമിക്കുന്നതായ ഈ സ്തോത്രങ്ങളെല്ലാം തന്നെ
ചിദേകാഷടാസ്യാകൃതി ദ്യോതതേ മേ മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. ചിത്രം ഗിരഹ, അത്ഭുതകരമായ വാക്കുകളാണ് പുറത്തേക്ക് വരുന്നത് എന്ന് ആചാര്യസ്വാമികൾ തന്നെ സുബ്രഹ്മണ്യ ഭുജംഗത്തിൽ ആദ്യ ഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ വിനയ പ്രകടനം കൂടിയാണത്. വിനയം കൂടി അവിടെ പ്രകാശിക്കുന്നു. എൻ്റെ വൈദുഷ്യമോ എൻ്റെ കവിതാശക്തിയോ എൻ്റെ പാണ്ഡിത്യമോ ഒന്നുമല്ല ഇവിടെ. പിന്നെയോ ഇതെല്ലാം ചിദേകാഷടാസ്യ, ചിദ്വസ്തുവായ അങ്ങയുടെ പ്രഭാവം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ മുഖത്തിൽ നിന്ന് ഈ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് എന്ന് പറയുന്നു. അതാണ് ഭക്തിയുടെ ഉത്തമ ലക്ഷണം. എല്ലാം ഭഗവാനിങ്കൽ സമർപ്പിക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും ആചാര്യസ്വാമികൾ ഈ ശിവാനന്ദ ലഹരിയിലെ നാം ഇന്നിപ്പോൾ ചിന്തനത്തിന് എടുത്തിട്ടുള്ളതായ 81-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. കഞ്ചിത്കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാന സമാധിഭിശ്ച നതിഭിഃ കഞ്ചിത് കഥാകർണനൈഃ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭിഃ കഞ്ചിത് ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനഃ ജീവൻ സമുക്തഃ ഖലു. കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ, അല്ലയോ ഉമാമഹേശ എന്ന് പറയുന്നു. പാർവതി വല്ലഭ, ഉമാ മഹേശ, ഉമേശ, മഹേശ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ഉമാമഹേശ എന്ന്, ഉമയോട് കൂടിയവനായ സാക്ഷാൽ മഹേശ്വരനെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർവതി വല്ലഭ എന്ന്. ത്വദർപ്പിതമനാഃ, ഇപ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിങ്കൽ സമർപ്പിതമായിട്ടുണ്ട്. എൻ്റെ മനസ്സ് ഞാൻ ഇവിടെ സമർപ്പിച്ചിരിക്കുക. എൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ യാതൊന്നുമില്ല. കാമക്രോധങ്ങളോ ലോഭമോഹങ്ങളോ മറ്റ് തരത്തിലുള്ളതായ അധമ വികാരങ്ങളോ ഒന്നുമില്ലാതെ മനസ്സ് ഇപ്പോൾ പരിശുദ്ധമായി, ആ പരിശുദ്ധമായ ഈ മനസ്സ് മുഴുവനും ഇപ്പോൾ ഞാൻ അങ്ങക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോ മുദാ കഞ്ചിത് കാലം, ആ ഒരു ദിനചര്യ, ആ റൊട്ടീനെ കുറിച്ച് പറയുകയാണ്. ഒരു ഭക്തൻ എങ്ങനെയാണ് ഒരു ദിവസം തൻ്റെ രാവിലെ മുതൽ പ്രഭാതം മുതൽ രാത്രി നിദ്രാലുവായി കിടക്കുന്നത് വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നിവിടെ സൂചിപ്പിക്കുന്നു. കഞ്ചിത് കാലം ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ, അങ്ങയുടെ പാദങ്ങളിൽ അർച്ചന നടത്തിക്കൊണ്ട്. ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ അർച്ചിച്ചുകൊണ്ട്. മാനസിക പൂജയാവാം, ബാഹ്യപൂജയും ആവാം. എങ്ങനെയായാലും ഭഗവത് പാദത്തിൽ അർച്ചന നടത്തിക്കൊണ്ടും പുഷ്പാഞ്ജലി, പുഷ്പസമർപ്പണം. ഇനി അടുത്തത് കഞ്ചിത് ധ്യാന സമാധിഭിശ്ച നതിഭിഃ, കുറച്ചു കാലം ധ്യാന സമാധിഭിഃ, ധ്യാനം, അങ്ങയെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനം. ഈശ്വര പ്രണിധി പ്രണിധാനാദ്വാ എന്ന് യോഗസൂത്രത്തിലൊക്കെ പറയുന്നു. തുടർന്നുള്ള ഇടവിടാതെയുള്ളതായ ധ്യാനം, ഈശ്വര സ്മരണം, അതാണ് ധ്യാനം. ഇടവിടാതെ, യാതൊരു തരത്തിലുള്ള തടസ്സവും കൂടാതെ, മറ്റു തരത്തിലുള്ള ചിന്തകളുടെ ആവേശമില്ലാതെ ഭഗവാനെ കുറിച്ച് മാത്രം സ്മരിക്കുക, അതാണ് ധ്യാനം. ആ ധ്യാനത്തിൽ നിന്നും ആ ഭഗവാന്റെ ആ സ്വരൂപത്തിൽ തന്നെ നാം മഗ്നമാകുമ്പോൾ
നമ്മുടെ ആ മനസ്സ് അവിടെ ലീനമാകുമ്പോൾ, ലയിച്ചു കഴിയുമ്പോൾ സമാധിഭിഹി, സമാധി. ഇനി നമ്മുടെ നിദ്ര ഒരു സമാധിയാണ്. നിദ്ര സമാധിസ്ഥിതി എന്ന് ഭഗവത്പാദർ തന്നെ പറയുന്നുണ്ട്. നിദ്ര എന്ന് പറയുന്നത് ഒരുതരം സമാധിയാണ്. മനസ്സ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല, എവിടെയോ പോയിരിക്കുകയാണ്. ഉണർന്നു കഴിയുമ്പോൾ ആ മനസ്സ് എവിടെന്നോ പ്രത്യക്ഷപ്പെടും. ഇവിടെ ആ ഭഗവത് പാദത്തിൽ മനസ്സ് ലീനമാകുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഉണർവ് നിൽക്കുന്നു. വി ആർ കോൺഷ്യസ് ഓഫ് ഇറ്റ്. നിദ്രയിൽ വി ആർ ടോട്ടലി അൺകോൺഷ്യസ്. അങ്ങനെ കഞ്ചിത് ധ്യാന സമാധിഭിശ്ച. ഇനി നതിഭിഹി. നതി, നതിഹി എന്ന് പറഞ്ഞാൽ നമസ്കാരം. നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും ഭഗവാനെ എവിടെ കണ്ടാലും നമസ്കരിക്കുക. എവിടെ കണ്ടാലും നല്ല, ഏതു ഭാഗത്ത് നിന്നുകൊണ്ടും ഭഗവാനെ നമസ്കരിക്കുക എന്നുള്ളത്. ഭഗവാൻ എവിടെയാണ് ഇല്ലാത്തത്? കഞ്ചിത് ധ്യാനസമാധിഭിശ്ച നതിഭിഹി കഞ്ചിൽ കഥാ കർണനൈഹി. കുറച്ചു സമയം കഥാകർണനം, ഭഗവാന്റെ ആ ഭഗവത് കഥകൾ, ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ളതായ കഥകൾ കേട്ടുകൊണ്ട്. ഇനി കഞ്ചിത് കഥാകർണനൈഹി കഞ്ചിൽ കഞ്ചിത് അവൈക്ഷണൈശ്ച നുതിഭിഹി. കുറച്ചു സമയം അവേക്ഷണം. അവേക്ഷണം എന്ന് പറഞ്ഞാൽ കാണുക. എങ്ങനെ? ഭഗവാന്റെ മൂർത്ത രൂപത്തെ കാണുക. വിഗ്രഹങ്ങൾ, അർച്ചാവിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിസുന്ദരമായ മനോമോഹനമായ പലതരത്തിലുള്ളതായ വിഗ്രഹങ്ങൾ ഭഗവാന്റേതുണ്ട്. അത് കണ്ടുകൊണ്ട് സ്വയം മെയ് മറന്നു നിൽക്കുക. ഭക്തന്മാർ എങ്ങനെയോ ഉണ്ട്. ഇപ്പോഴും നമുക്കത് കാണാൻ, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. തന്നെ മറന്നുകൊണ്ട് ഭഗവത് സന്നിധിയിൽ ഭഗവാന്റെ ആ ദിവ്യമംഗള രൂപത്തെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. കണ്ണ് ചിമ്മാതെ അനിമേഷനേത്രനായി ഭഗവാനെ കണ്ടു നിൽക്കുക. കഞ്ചിൽ നുതിഭിഹി സ്തോത്രങ്ങൾ ചൊല്ലുക. ഇതെല്ലാം അതിൽ പെടുന്നതാണ്. നാം ഇപ്പോൾ ചിന്തനം ചെയ്യുന്നതെല്ലാം ഈ ഒരു പദ്ധതിയിൽ, ഈ ഒരു നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ആചാര്യസ്വാമികൾ ഉപദേശിച്ചു തരുന്നത്. നുതിഭിഹി. നുതി എന്ന് പറഞ്ഞാൽ സ്തുതി എന്നർത്ഥം. സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ ജീവൻ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ബാഹ്യ വസ്തുക്കൾ യാതൊരു തരത്തിലും സ്പർശിക്കാത്തതായ ശുദ്ധമായ, പരമശുദ്ധമായ ആ ഭഗവത് ധ്യാനത്തിൽ മാത്രം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ദിനചര്യകൾ കൊണ്ട് ജീവൻ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈദൃശീം ദശാം യഃ പ്രാപ്നോതി. ഈ ഒരു ദശ, ഇത്തരത്തിലുള്ള ഈ ഒരു ദശ, ഈ ഒരു അവസ്ഥ ആരാണോ പ്രാപിക്കുന്നത്, സമുക്തഃ ഖലു, അവൻ മുക്തി നേടിയവനാണല്ലോ. ജീവൻ മുക്തനാണ് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഇത് തന്നെ ജീവൻ മുക്ത അവസ്ഥയുടെ പ്രാരംഭ ലക്ഷണമാണ് എന്ന് ആചാര്യസ്വാമികൾ അരുളി ചെയ്യുന്നു. യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിത മനാ. സന്തോഷത്തോടു കൂടി എന്ന് പറയുമ്പോൾ സ്വപ്രേരണ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യുന്നു. ബൈ അവർ ഫോഴ്സ് ഓഫ് അവർ വിൽ, നോട്ട് ബൈ കമ്പൽഷൻ. യഃ പ്രാപ്നോതി. ഈ രീതിയിൽ ദിനചര്യ ഒരു ദിവസം മുതൽ, പകല് മുതൽ രാത്രി അവസാനിക്കുന്നത് വരെ ഒരു ദിനചര്യ ആരാണോ രൂപപ്പെടുത്തുന്നത്, അയാൾ അങ്ങനെ ജീവിക്കുന്നത് സമുക്തഃ ഖലു, അവൻ മുക്തനല്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുക. ആശ്ചര്യത്തോടു കൂടിയാണ് ശങ്കര ഭഗവത്പാദർ ചോദിക്കുന്നത്.
ശ്ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. കഞ്ചിത് കാലമുമാമഹേഷ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാനസമാധിവിശ്ചനതിഭിഃ കഞ്ചിൽ കഥാകർണനൈഃ. ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇവിടെ എല്ലാം ഇതിനകത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ്. ആ നവവിധ ഭക്തിയുടെ വിവിധ ഭാവങ്ങൾ, വിവിധ സ്ഥായി ഭേദങ്ങൾ എല്ലാം തന്നെ ഈ ശ്ലോകത്തിനകത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കഞ്ചിൽ കഞ്ചിത് അപേക്ഷണൈശ്ചനുതിഭിഃ. എങ്ങനെ ആകണം നമ്മുടെ ദിനചര്യ എന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഇവിടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ആചാര്യസ്വാമികൾ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ കൂടിയാണ്. ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്ന, ഭഗവാന്റെ പ്രഭാവം വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഉപദേശങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റ് സ്തോത്രങ്ങളിൽ നിന്നും ആചാര്യസ്വാമികളുടെ സ്തോത്രങ്ങളെ വിലക്ഷണമാക്കുന്നത് ഈ ഒരു പ്രത്യേകതയാണ്. കഞ്ചിൽ കഞ്ചിദപേക്ഷണൈശ്ചനുതിഭിഃ കഞ്ചിദ്ദശാം ഈദൃശീം യഃ പ്രാപ്നോതി മുദാ തദർപ്പിതമനാഃ ത്വദർപ്പിതമനാഃ ജീവൻ സമുക്തഃ ഖലു. അപ്പോ ഈ പാദാരവിന്ദ അർച്ചനം, ധ്യാനം, സമാധി, കഥാകർണനം, അവേക്ഷണം, ഭഗവത് സ്വരൂപം നേരിട്ട് ദിവ്യമംഗള വിഗ്രഹം നേരിട്ട് കാണുക, അത് കണ്ട് നുതിഭിഹി നമസ്കാരം, ഇത്തരത്തിലുള്ളതായ ഒരു ദിനചര്യ ക്രമീകരിക്കാൻ ആർക്കാണോ സാധിക്കുന്നത്, ആരാണോ വളരെ സന്തോഷത്തോടു കൂടി മുദാത്വദർപ്പിതമനാഹ, സന്തോഷത്തോടു കൂടി ആരാണോ ഇത് ചെയ്യുന്നത്, ജീവൻ സമുക്തഃ ഖലു, ആ ഭക്തൻ ജീവൻ മുക്തനല്ലേ എന്നാണ് ആചാര്യസ്വാമികൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ സാധനയുടെ പല ഭേദങ്ങളാണ്. സാധന ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നതായ പലതരത്തിലുള്ള സാധനകളുണ്ട്. ഒരു ഏകമുഖമായ ഒരു പ്രത്യേകത നമ്മുടെ ഈ ദർശനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പല രീതിയിലും ഭഗവാനെ നമുക്ക് സമീപിക്കാം എന്നുള്ളതാണ്. ഭരതാം പ്രീതിപൂർവകം എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞു. ആ പ്രീതി ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈശ്വരന് സാക്ഷാത്കാരം നമുക്ക് ക്രമേണ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഭഗവാന്റെ ഉത്തമ ഭക്തനായി ഈ ശ്ലോകത്തിൽ ശങ്കരഭഗവത്പാദർ എടുത്തു പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ്. അതെന്താന്ന് കൂടി നമുക്ക് നോക്കാം. ശിവശ്ച ഹൃദയം വിഷ്ണു, വിഷ്ണോശ്ച ഹൃദയം ശിവ എന്ന ബാണത്വം വൃഷഭത്വമർദ്ധവപുഷാം ഭാര്യാത്വമാര്യാപതേ ഘോണിത്വം സഖിതാ മൃദംഗവഹതാ ച ഇത്യാദി രൂപം ദധൗ ത്വൽപാദേ നയനാർപ്പണം ച കൃതവാൻ ത്വദ്ദേഹ ഭാഗോ ഹരി പൂജ്യാത് പൂജ്യതരസ്സ ഏവ ഹി നചേൽ കോവാ തദന്യോധികഃ. സാക്ഷാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഹരിയെ ഇവിടെ ഉത്തമ ഭക്തനായി, ഉത്തമമായ ശിവഭക്തനായി ഇവിടെ വർണ്ണിക്കുന്നു. അതുകൊണ്ട് യാതൊരു ന്യൂനതയും മഹാവിഷ്ണുവിന് ഉണ്ടെന്നല്ല ഇവിടെ. പക്ഷേ ആ പൗരാണികമായ കഥാഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ശിവൻ
മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതായി പുരാണങ്ങളുണ്ട്. അതേപോലെ പല പുരാണങ്ങളിലും മഹാവിഷ്ണു ശിവനെ പൂജിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ പരസ്പര പൂജയും പരസ്പര എന്താ പറയുക, ഒരു സേവ്യ സേവക ഭാഗവും നടത്തുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ അതിൽ ആരാണ് ശ്രേഷ്ഠൻ, ആരാണ് കനിഷ്ഠൻ എന്നുള്ള ചർച്ചയ്ക്ക് അവകാശമില്ല. രൂപഭേദം മാത്രമാണ്. സാധകന്മാരുടെ ഇച്ഛയനുസരിച്ച് രൂപഭേദം എന്ന് മാത്രം. സാധകാനാം ഹിതാർത്ഥായ ബ്രഹ്മണോ രൂപകൽപ്പന എന്നാണ്. അതുകൊണ്ട് അതിൽ ശിവൻ ശ്രേഷ്ഠനാണ്, മഹാവിഷ്ണു ശ്രേഷ്ഠനാണ് എന്നുള്ള ചർച്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല. ഇനി എങ്ങനെയാണ് മഹാവിഷ്ണു സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ഉത്തമ ഭക്തനായി മാറിയത് എന്നുള്ളതിന് ചില പൗരാണികമായ ചില കഥാഭാഗങ്ങൾ ഇവിടെ അന്വയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു. ബാണത്വം, വൃഷഭത്വം, അർത്ഥവപുഷ ഭാര്യാത്വം, ആര്യാപതേ. അല്ലയോ ആര്യാപതേ, ആര്യ എന്ന പേര് സാക്ഷാൽ ശ്രീ പാർവതിയുടെ നാമധേയമാണ്. ആര്യ, ആ ആര്യ എന്നുള്ള പേരാണ് ആര്യാമ്പ. ആ ആര്യാമ്പ എന്ന പേര് ആണ് സാക്ഷാൽ ശങ്കരഭഗവത്പാദരുടെ അമ്മയുടെ പേര്. ആ പുണ്യമാതാവ് ഈ ഒരു ഇങ്ങനെ ഒരു സത്സന്താനം ജഗദ്ഗുരുവായി ലോകം മുഴുവനും കീഴടക്കിയ വിഖ്യാതനായ ഒരു മകനെ പ്രസവിച്ച ആ അമ്മയുടെ പേരും ആര്യ. ആര്യാമ്പ, ആര്യാപതേ. അല്ലയോ പാർവതി രമണ എന്നാണ് ചോദ്യം. അങ്ങക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താൽ എന്ന് ചോദിച്ചാൽ ഹരിഹി ഭേഗഭാഗോ ഹരിഹി. ആ ഹരി എന്ന് പറയുന്ന മഹാവിഷ്ണു ഭഗവാനെ എങ്ങനെയൊക്കെയാണ് പ്രസാദിപ്പിച്ചത്, എങ്ങനെയൊക്കെയാണ് പൂജിച്ചത് എന്ന് ചോദിച്ചാൽ ബാണത്വം. അദ്ദേഹം ബാണം ശരമായിട്ട് മാറി എന്നാണ്. അമ്പ് എപ്പോഴെന്ന് ചോദിച്ചാൽ പുരാണ പ്രസിദ്ധി ഉള്ളതാണ്. ത്രിപുര സംഹാര കാലത്ത് ആ ത്രിപുരന്മാരെ നിഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ മഹാവിഷ്ണു അമ്പായിട്ട് മാറിയെന്നാണ് പറയുന്നത്. മൈനാകം വില്ലായിട്ട് മാറിയെന്നൊക്കെ പുരാണങ്ങളിലുണ്ട്. അങ്ങനെ ത്രിപുര സംഹാര കാലത്തിൽ ശിവന്റെ ശരമായി മാറിയത് മഹാവിഷ്ണുവാണ്. ഓരോ ദേവന്മാരും ഓരോ രീതിയിലേക്ക് സഹായിച്ചു എന്നാണ്. ഇനി വൃഷഭത്വം, അടുത്തത് വൃഷഭത്വം. ഭഗവാന്റെ വാഹനമായ കാള, നന്ദികേശ്വരൻ വിഷ്ണു അംശമാണെന്നൊരു പുരാണത്തിലും പറയുന്നു. അപ്പോ വൃഷഭമായിട്ട് മാറിയതും അങ്ങയുടെ വാഹനമായിട്ട് മാറിയതും മഹാവിഷ്ണുവാണ്. ഇനി അർദ്ധവപുഷ ഭാര്യാഹത്വം. അടുത്തത് ഭഗവാൻ പാർവതിക്ക് പകുതി ശരീരം പകുത്ത് നൽകിയല്ലോ. ആ ഭാര്യാത്വം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ മഹാവിഷ്ണു സ്വരൂപമാണ് പാർവതി ദേവി, മഹാവിഷ്ണുവിന്റെ സഹോദരിയാണ്. ഈ ഒരു കഥ മീനാക്ഷി കല്യാണം, അതായത് പ്രസിദ്ധമായ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രം, അവിടെ ഈ കഥയാണ് ഈ മഹാവിഷ്ണു തൻ്റെ സഹോദരിയായ പാർവതിയെ ശ്രീ പരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതായ ആ ഒരു കഥാരൂപത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് സങ്കല്പിക്കുന്നത്. ഇപ്പോഴും ഒരു പ്രത്യേക ദിവസം അവിടെ ഈ കല്യാണ വിവാഹോത്സവം നടത്തുന്നതിന് തൊട്ടപ്പുറത്തുള്ള അഴകർ മലൈ എന്നുള്ള പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രത്തിൽ നിന്നും മഹാവിഷ്ണു താഴേക്ക് ഇറങ്ങി വന്ന് ആ വൈഗൈ നദിയുടെ തീരത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു വിവാഹ
ആ മംഗള ഇത് കാണാൻ ദർശിക്കുവാനായി അവിടെ തടിച്ചുകൂടും. അങ്ങനെ ഭാര്യാത്വം അർദ്ധവപുഷാ ഭാര്യാത്വം, തൻ്റെ സഹജയായ പാർവതി, തൻ്റെ തന്നെ സ്വരൂപമായ പാർവതിയെ ഭഗവാന്റെ പകുതി ഭാഗമാകുമ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പം, ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ പാർവതി രൂപം വാസ്തവത്തിൽ മഹാവിഷ്ണുവാണ് എന്ന് താത്വികമായി നമുക്ക് പറയാം. അപ്പോ ബാണത്വം, വൃഷഭത്വം, വാഹനമായി, ആയുധമായി, വാഹനമായി. ഇനി അർദ്ധവപുഷാ ഭാര്യാത്വം, ഭഗവാൻ തൻ്റെ പകുതി ശരീരഭാഗത്തിലെ പകുതി തൻ്റെ പ്രിയ പത്നിയായ പാർവതിക്ക് നൽകിയപ്പോൾ ആ പാർവതി സ്വരൂപം വാസ്തവത്തിൽ മഹാവിഷ്ണു സ്വരൂപം എന്നുള്ളത്. ഇനി തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഘോണിത്വം, ഘോണി എന്ന് പറഞ്ഞാൽ, ഘോണം എന്ന് പറഞ്ഞാൽ വരാഹം എന്നാണ്. നമുക്ക് ആ കഥ അറിയാം. വിഷ്ണു വരാഹരൂപം സ്വീകരിച്ച് ശിവന്റെ പാദം കാണാനായി ഇങ്ങനെ ഭൂമി കുഴിച്ചു പോയതായ കഥ. ബ്രഹ്മാവും മഹാവിഷ്ണുവും, ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മേൽപോട്ട് ഉയർന്നു പോയത്, അതുപോലെ മഹാവിഷ്ണു വരാഹരൂപം ധരിച്ച് ഇങ്ങനെ പാതാള ലോകത്തിലേക്ക് വരെ അങ്ങനെ ചെന്ന ആ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ വരാഹരൂപം ധരിച്ചതായ മഹാവിഷ്ണു ശ്രീ പരമേശ്വരന്റെ പാദദർശനത്തിനായി പോയ ആ പൗരാണിക കഥ, ആ സംഭവത്തെയാണ് ഇവിടെ ഘോണിത്വം എന്ന് ഭഗവത്പാദർ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ബാണത്വം, വൃഷഭത്വം, അർദ്ധവപുഷാ ഭാര്യാത്വം, ആര്യാപതേ ഘോണിത്വം, സഖിത. അടുത്തത് സഖി എന്ന ഭാവം. അടുത്തത് എപ്പോഴാ ഈ സഖീഭാവം വന്നത് എന്ന് ചോദിച്ചാൽ, നായികാഭാവം, മോഹിനി അവതാരം. നമുക്ക് ആ കഥയൊക്കെ അമൃതമഥനം നടക്കുന്ന കാലത്ത് മോഹിനി അവതാരം സ്വീകരിച്ച ആ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ ആ രൂപലാവണ്യം കണ്ട ശ്രീ മഹാദേവൻ സഖിയായി സ്വീകരിച്ചു, നായികയായി സ്വീകരിച്ചു. സഖിത മൃദംഗവഹത. അടുത്തത് ഏതെല്ലാം പുരാണങ്ങളിൽ നിന്നുമാണ് ഇതെല്ലാം, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ആചാര്യസ്വാമികൾ ചെകഞ്ഞെടുത്ത് ഇവിടെ കോർത്തിണക്കി ഒരു പുഷ്പഹാരം പോലെ നമുക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് മൃദംഗവഹത. പ്രദോഷ സമയത്ത് മഹാവിഷ്ണു പരമേശ്വരൻ താണ്ഡവം ചെയ്യുമ്പോൾ, പ്രദോഷ താണ്ഡവം ചെയ്യുമ്പോൾ മഹാവിഷ്ണു മൃദംഗം വായിക്കുന്നു എന്നാണ് പുരാണങ്ങളിലൊക്കെ ഉള്ള സങ്കല്പം. പഴയ ചില കേരളത്തിലുള്ള ചുമർ ചിത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നമുക്ക് കാണാനും സാധിക്കും, ആ പൗരാണികമായ കഥാഭാഗം. അപ്പോ മൃദംഗവഹത, ഭഗവാന്റെ ആ നൃത്ത സമയത്ത് ആ നൃത്തത്തിന് ഒരു പോഷകമായ രീതിയിൽ, പോഷിപ്പിക്കുന്ന രീതിയിൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ മൃദംഗം വായിക്കുന്നു എന്ന്. ഇങ്ങനെ പല രീതിയിലും. ഇനി തീർന്നിട്ടില്ല. ഇത്യാദി രൂപം ദധൗ, ഇങ്ങനെയൊക്കെ രൂപം ധരിച്ചിരുന്ന മഹാവിഷ്ണു വേറൊരു അസാമാന്യമായ ഒരു കാര്യം കൂടി ഇവിടെ പ്രദർശിപ്പിച്ചു എന്നാണ്, ഒരു കൃത്യം കൂടി പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ത്വൽപാദേ നയനാർപ്പണം ജകൃതവാൻ ത്വദ്ദേഹഭാഗോ ഹരിഹി. ഒരു ദിവസം ശിവപൂജ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു നാമാവലിക്ക് പുഷ്പം സമർപ്പിക്കാനായുള്ള പൂവിന്റെ ന്യൂനത വന്നു, ഒരു പൂവ് കുറഞ്ഞു. അത് കുറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ഒരു കണ്ണെടുത്ത് ആ നീലോത്പല ദലശ്യാമനായ, ആ നീലോത്പലം പോലെ തോന്നുന്നതായ നേത്രങ്ങളോടുകൂടിയവനായ സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ ഒരു കണ്ണെടുത്ത് ഭഗവാന്റെ പാദത്തിങ്കൽ സമർപ്പിച്ച് ആ ന്യൂനത പരിഹരിച്ചു എന്നാണ്.
അങ്ങനെ ത്വൽപാദേ നയനാർപ്പണം ജകൃതവാൻ. പോരാതെ വന്ന ആ പൂവിന് പകരം തൻ്റെ ആ തൃക്കണ്ണെടുത്ത് ശിവപൂജ പരിപൂർണമാക്കി. പുരാണങ്ങളിൽ പറയുന്നത് ആ സന്ദർഭത്തിൽ അത്യധികം സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ നൽകിയതാണ് സുദർശന ചക്രം എന്നാണ്. നേത്രാംഭോജ സമർച്ചനേന ഹരയെ തുഷ്ടോ രഥാംഗം ദദൗ എന്നൊക്കെ പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. നേത്രാംഭോജ സമർച്ചനേന നേത്രാംബോജം, നേത്രമാകുന്ന താമര സമർപ്പിച്ചത് കൊണ്ട് അത്യന്തം പ്രീതനായ ഭഗവാൻ ആ ഹരിക്ക് രഥാംഗം ദദൗ. രഥാംഗം എന്ന് പറഞ്ഞാൽ ചക്രം, ചക്രത്തിന്റെ മറ്റൊരു പേരാണ് രഥാംഗം. ചക്രായുധം നൽകി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും പൂജ്യാൽ പൂജ്യതരസ്സ ഏവഹി നചേൽ കോവാത്തതന്യോധിക. അപ്പോ വാസ്തവത്തിൽ പൂജ്യാൽ പൂജ്യതരഹ, ഏറ്റവും പൂജിക്കേണ്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, പൂജ്യതരഹ എന്നുള്ള പ്രത്യയം, തരപ്പ് പ്രത്യയം, കമ്പാരറ്റീവ് ഡിഗ്രി, ഹയസ്റ്റ് കമ്പാരിസൺ. ഏറ്റവും ശ്രേഷ്ഠൻ സാക്ഷാൽ മഹാവിഷ്ണുവിൽ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഉദ്ദേശം മുഴുവനും ശ്രീ പരമേശ്വരനെ സംബന്ധിച്ചിട്ടുള്ളതായ പ്രഭാവം മുഴുവൻ ചൊല്ലി പരമേശ്വരൻ ഉത്തമനായ സർവോത്കൃഷ്ടനായ ദേവൻ എന്ന് സ്തുതിക്കുന്ന സന്ദർഭത്തിന്റെ ഇതിന്റെ ആ ഒരു ഇടയ്ക്കാണ് പൂജ്യാൽ പൂജ്യതരസ്സ ഏവ ചിനചേൽ എന്ന് പറയുന്നത്. ഇതാണ് അദ്വൈത സമഞ്ജസം. മഹാവിഷ്ണു അല്ലേ ഏറ്റവും ശ്രേഷ്ഠൻ, പൂജ്യാൽ പൂജ്യതരൻ, പൂജിക്കേണ്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ മഹാവിഷ്ണു അല്ലേ എന്ന് പറയുന്നു. അങ്ങയുടെ ഭക്തനല്ലേ എന്നും പറയുന്നു. അപ്പോൾ ആ ഭക്തനും ഭക്തരൂപേണ ഇവിടെ വ്യവഹരിക്കുന്നതായ സാക്ഷാൽ മഹാവിഷ്ണുവും ഭഗവാനായ ശ്രീപരമേശ്വരനും ഭിന്നരല്ല, ഒരേ തത്വത്തിന്റെ രൂപഭേദം മാത്രമാണ് എന്ന ആ അദ്വൈത സൂചകമാണ് ഈ ശ്ലോകം എന്നും കൂടി നാം മനസ്സിലാക്കണം. കോപാത്തതന്യോധിക. അതല്ലെങ്കിൽ ശിവഭക്തന്മാരിൽ അഗ്രഗണ്യൻ മഹാവിഷ്ണു അല്ലെങ്കിൽ വേറെ ആരാണ് എന്നുകൂടി പറയുകയും ചെയ്യുന്നു. ആ ശിവന്റെ സർവോത്കൃഷ്ടത്വം വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ മഹാവിഷ്ണുവിന്റെ പാരമ്യം കൂടി പറഞ്ഞുകൊണ്ട് വ്യവഹാര ദൃഷ്ടിയിൽ രണ്ടുപേരും സമന്മാരാണ് എന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് ക്രമേണ ആ അദ്വൈത ബോധത്തിലേക്ക് എത്താൻ, ആരാണ് സമർത്ഥൻ, ആരാണ് അവിടെ താഴ്ന്നവൻ എന്നുള്ള ചർച്ച പാടില്ല എന്നാണ്. ഹരിയും ശിവനും ഒന്ന്, അറിയാതവർ വായിലെ മണ്ണ് എന്ന ഒരു കാലാകാലമായി നിൽക്കുന്ന ഒരു തമിഴ് പഴഞ്ചൊല്ലുണ്ട്. അതായത് വിഡ്ഢികളാണ് അങ്ങനെ പറയുന്നവർ, അറിയാതവർ വായിലെ മണ്ണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് സാധുവായ വചനങ്ങൾ പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഹരിയും ശിവനും ഒന്ന്. ഹരി വേറെ, ശിവൻ വേറെ, ഹരൻ വേറെ ഇല്ല. ഹരിഹര അഭേദം, ഹരിഹര അദ്വൈതം. അതാണ് നമ്മുടെ ഈ വ്യാവഹാരിക തലത്തിൽ ശങ്കരഭഗവത്പാദർ ഉപദേശിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് അനുസന്ധാനം ചെയ്യാം. അപ്പോ ഏറ്റവും പ്രകടമായ ആ ഭക്തിയുടെ ഒരു ഉദാഹരണമാണ് തൻ്റെ കണ്ണെടുത്ത് അവിടെ സമർപ്പിച്ചത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ശ്രീ മഹാദേവന്റെ ഭക്തന്മാരിൽ അഗ്രഗണ്യൻ മഹാവിഷ്ണുവാണെന്ന് കിട്ടുന്നു. അപ്പൊ ശിവവിഷ്ണു സങ്കല്പങ്ങളെല്ലാം തന്നെ ഒരേ ബ്രഹ്മത്തിന്റെ ഭേദ രീതികൾ മാത്രമാണ്, വ്യത്യസ്ത രൂപങ്ങളാണ് എന്നാണ്. ഇവിടെ മാത്സര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ, ആചാര്യസ്വാമികളുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാത്സര്യം ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ പലതുമുണ്ട്. അതിലേക്കൊന്നും നാം ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭേദബുദ്ധി ഇല്ലാതെ, മാത്സര്യമില്ലാതെ
അവർ രണ്ടുപേരും ഒരേ തത്വത്തിന്റെ വിഭിന്ന രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ താല്പര്യം. അവർ തമ്മിലുള്ള ആ അഭേദം മനസ്സിലാക്കാതെ മാത്സര്യം കൊണ്ട് ശിവൻ വലിയവൻ വിഷ്ണു ചെറിയവൻ, അല്ലെങ്കിൽ വിഷ്ണു വലിയവൻ ശിവൻ ചെറിയവൻ എന്ന രീതിയിലുള്ള ഭേദചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നത് മൗഢ്യം മാത്രമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ബാണത്വം, ഭഗവാൻ ബാണമായി മാറി. വൃഷഭത്വം, വാഹനമായ കാളയായി മാറി. അർദ്ധവപുഷാ ഭാര്യാത്വം, ശിവന്റെ അർദ്ധശരീരം വാമാംഗീകൃത വല്ലഭം എന്ന് പറയാറുണ്ട്. അതായത് വാമാംഗം, ശരീരം, ഇടതുഭാഗം പാർവതിക്ക് നൽകി. ആ പാർവതി മഹാവിഷ്ണു സ്വരൂപമാണ്. ആര്യാപത്തെ സംബോധനയാണത്. ഘോണിത്വം, വരാഹരൂപം സ്വീകരിച്ച് ഭഗവാന്റെ പാദദർശനത്തിനായി പ്രവർത്തിച്ചതായ ആ സാഹസകൃത്യം. സഖിത, ആ മനോമോഹനമായ സർവമോഹനവശ്യയായ മോഹിനി രൂപം ധരിച്ച ആ സന്ദർഭം. മൃദംഗവഹത, പ്രദോഷകാലത്ത് ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ മഹാവിഷ്ണു മൃദംഗം വായിക്കുന്നു എന്ന പൗരാണിക പ്രസിദ്ധമായ ആ കഥാഭാഗം. ഇത്യാദി രൂപം ദധൗ, ഇതുപോലെ അനവധിയുണ്ട്. ഇവിടെ പരാമർശിച്ചിട്ടുള്ള 4 or 5 വസ്തുതകൾ മാത്രമല്ല, ഇതിലും അനവധിയുണ്ട് എന്നാണ്. അതാണ് പിന്നെ എടുത്തു പറഞ്ഞത്. മറന്നുപോയിട്ടില്ല, എടുത്തു പറയേണ്ടതാണ്. ത്വൽപാദേ നയനാർപ്പണഞ്ച കൃതവാൻ ത്വദ്ഭേഗഭാഗോ ഹരി, ശങ്കരനാരായണ സ്വരൂപം. അടുത്തത് ഉമാമഹേശ്വര സ്വരൂപം മാത്രമല്ല, പിന്നെയോ അർദ്ധനാരീശ്വര സ്വരൂപം മാത്രമല്ല, ശങ്കരനാരായണ സ്വരൂപം കൂടിയുണ്ട്. അപൂർവമായി പല ക്ഷേത്രങ്ങൾ കാണാറുണ്ട് ശങ്കരനാരായണ സ്വരൂപം. ത്വദ്ഭേഗഭാഗോ ഹരി, അങ്ങനെ തൻ്റെ ഭക്തന്മാരിൽ സർവജ്യേഷ്ഠൻ എന്നതുകൊണ്ടാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തൻ്റെ പകുതി ഭാഗം ഒരു സന്ദർഭത്തിൽ പാർവതിക്ക് നൽകിയതുപോലെ പാർവതിയുടെ ജ്യേഷ്ഠനായ ശ്രീ മഹാവിഷ്ണുവിനും നൽകി ശങ്കര നാരായണനായി. പൂജ്യാൽ പൂജ്യതരസ ഏവഹിന ചേർ കോവാ തദന്യോധിക. അപ്പോൾ ആ മഹാവിഷ്ണു അല്ലേ ഏറ്റവും ശ്രേഷ്ഠനായ, പൂജ്യന്മാരിൽ പൂജ്യനായ ദേവൻ? അതല്ലെങ്കിൽ അദ്ദേഹത്തെ കവിഞ്ഞ ആരാണുള്ളത് എന്നർത്ഥം. അദ്ദേഹത്തിന് ഉപമയായി വേറെ ആരും തന്നെ ഇല്ല, അദ്ദേഹത്തിന് അധികമായി ആരും തന്നെ അല്ല, ഏത് ദേവസ്വരൂപം ഇല്ല എന്ന്. ഇങ്ങനെ ഈ ശ്ലോകത്തിലൂടെ പൗരാണിക പ്രസിദ്ധമായ കഥാഭാഗങ്ങളിലൂടെ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ സർവോത്കൃഷ്ടത്വം വർണ്ണിക്കുമ്പോൾ തന്നെ അതിൽ അന്തർലീനമായിട്ടുള്ളതായ തത്വം അദ്വൈതമാണ്. ശിവ വിഷ്ണു അഭേദം എന്നുള്ളതാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 83ാമത്തെ ശ്ലോകം. ജനനമൃതിയുതാനാം സേവയാ ദേവതാനാം ന ഭവതി സുകലേശ സംശയോ നാസ്തി തത്ര അജനിമൃതരൂപം സാംബമീശം ഭജന്തേ യൈഹ പരമസൗഖ്യം ദേഹി ധന്യാ ലഭന്തേ. അതായത് നാം ഒരു കൃത്യം നിർവഹിക്കുമ്പോൾ അത് വളരെ അവധാനതയോടുകൂടി അനുഷ്ഠിക്കണം. ഒരു ദേവതയെ നാം പൂജിക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ളവനെ പൂജിക്കണം എന്നാണ്. ശ്രദ്ധിക്കുക. ജനനമൃതിയുതാനാം സേവയാ ദേവതാനാം ന ഭവതി സുഖലേശഃ. ജനനമൃതിയുതാനാം ദേവതാനാം, ലോകത്തിലെ എല്ലാ ദേവന്മാർക്കും ജനനവും മൃതിയുമുണ്ട്. ജനനം ജനിക്കുക, മൃതി മരിക്കുക. ദേവതകൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബ്രഹ്മാവ് വരെ
പരാർദ്ധദ്വയ ജീവിന. പരാർദ്ധം എന്നൊരു കണക്കുണ്ട്. പണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പരാർദ്ധം എന്നുള്ളത്. ബ്രഹ്മാവിന്റെ ആയുസ് പരാർദ്ധദ്വയം, 2 പരാർദ്ധം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അത് കഴിഞ്ഞാൽ ബ്രഹ്മാവും ഇല്ലാതാകും. അപ്പൊ ജനന മൃതിയുതാനാം, ജനനവും മരണവും ഇത് സ്വാഭാവികമാണ്. ജനിക്കുന്നതെല്ലാം മരിക്കും. ജനന മൃതിയുതാനാം ദേവതാനാം സേവയാ. അങ്ങനെയുള്ള ദേവന്മാരെ പൂജിക്കുന്നത് കൊണ്ട് നമുക്ക് നഭവതി സുഖലേശ, നമുക്ക് സുഖം, ആത്യന്തികമായ സുഖം കിട്ടുന്നതല്ല. കാരണം എന്താ? നമ്മളും ജനിച്ചുകൊണ്ടുമിരിക്കുന്നു, മരിച്ചുകൊണ്ടുമിരിക്കുന്നു. അപ്പൊ ജനന മരണ പ്രവാഹത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കണമെങ്കിൽ ജനനമരണ പ്രവാഹത്തിൽ ഉൾപ്പെടുന്നവരായ ദേവതകളെ സേവിച്ചുകൊണ്ട് സാധിക്കുന്നതല്ല എന്നർത്ഥം. അപ്പൊ അവരുടെ ആ ഭജനം കൊണ്ട് സുഖലേശ, അല്പം പോലും നമുക്ക് സുഖം ലഭിക്കും. സുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്യന്തികമായ സുഖം. നഭവതി സംശയോ നാസ്തി തത്ര, തത്ര സംശയഃ നാസ്തി, അതിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പിച്ചു പറയും. ജനന മൃതി ചക്രത്തിൽ ഉൾപ്പെടുന്നവരായ ബ്രഹ്മാവ് വരെയുള്ളവരായ, ബ്രഹ്മാവ് പര്യന്തമുള്ള പരാർദ്ധദ്വയ ജീവിയായ ബ്രഹ്മാവ് വരെയുള്ള ദേവതകളെ പൂജിക്കുന്നത് കൊണ്ട് നമുക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കിടക്കാൻ നിവൃത്തിയില്ല, സാധിക്കുന്നതല്ല. അത്തരത്തിലുള്ള ആ ഒരു അനുഗ്രഹം തരാൻ അവർ ശക്തരല്ല. പിന്നെയോ അജനിം അമൃതരൂപം സാംബമീശം ഭജന്തേ. അതുകൊണ്ട് ബുദ്ധിമാന്മാർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അജനിം ജനിക്കാത്തവനും, അമൃതരൂപം അമൃതം മരണധർമ്മരഹിതമായ സ്വരൂപത്തോട് കൂടിയവൻ എന്നർത്ഥം. മരണരഹിതമായ ആ ഒരു ധർമ്മം, ജനിക്കുക മരിക്കുക ഇതെല്ലാം സ്വാഭാവികമാണല്ലോ, പ്രകൃതി നിയമമാണ്. ആ പ്രകൃതിക്കും അതീതനായ സ്വരൂപത്തോട് കൂടിയ അമൃതരൂപനായ സാംബമീശം, അമ്പയോട് കൂടിയ സാമ്പൻ എന്ന് പറയുന്നു. അമ്പയാ സഹിത ഇതി സാംബഹ, അംബികാ സഹിതനുമായ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഇഹ ഈ മനുഷ്യജന്മത്തിൽ ഇപ്പോൾ ഏ ഭജന്തേ, ആരാണോ ഭജിക്കുന്നത്, പരമശിവനെ മാത്രം ഭജിക്കുന്നത്, അവർക്ക് പരമമായ സൗഖ്യം ലഭിക്കുന്നു. അവർക്ക് ജനന മരണ പ്രവാഹത്തിൽ നിന്നും അവർക്ക് കരകടക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഭജിക്കുന്നവർ ധന്യാഹതേഹി, അവർ ധന്യന്മാരല്ലേ, അവർ ഭാഗ്യവാന്മാരല്ലേ എന്നാണ് ആചാര്യസ്വാമികൾ ചോദിക്കുന്നത്. അങ്ങനെ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടാൻ ജനന മരണ ചക്രത്തിൽ ഉൾപ്പെടുന്നവരായ ബ്രഹ്മാദി ദേവതകളെ പൂജിക്കുന്നത് വ്യർത്ഥമാണെന്നും, അങ്ങനെ ജനിമരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് ജനിയും മരണവുമില്ലാത്ത, ജനനവും മരണവുമില്ലാത്ത സാക്ഷാൽ ശ്രീ മഹാദേവൻ ശ്രീ പരമേശ്വരനെ മാത്രമാണ് ഭജിക്കേണ്ടതെന്നും, അങ്ങനെ ഭജിക്കുന്നവർ അത്യന്തം ധന്യന്മാരാണ്, ധന്യധന്യന്മാരാണെന്നും ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ അരുളി ചെയ്യും. ഈ ചിന്തനത്തിലൂടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് സമാപിപ്പിക്കാം. ഇനി നമുക്ക് മറ്റന്നാൾ തിങ്കളാഴ്ച നമുക്ക് ഈ ക്ലാസ് തുടരാം. നാളെ ഞായറാഴ്ച ഒരു ദിവസം അവധി നൽകിക്കൊണ്ട്, ഒഴിവ് നൽകിക്കൊണ്ട് തിങ്കളാഴ്ച നമുക്ക് വീണ്ടും ഈ സത്സംഗം തുടരാം. നമുക്ക് എല്ലാവർക്കും നമസ്കാരം. യശിവോ നാമരൂപാഭ്യാം യാ ദേവി സർവമംഗള തയോഹ സംസ്മരണാത് പുംസാം സർവതോ ജയമംഗളം.